അതിനെല്ലാം മറുപടി പറഞ്ഞത് സി കെ കല്ലേരി. അതിന് തന്നെയാണ് മറുപടി പറഞ്ഞത് സി കെ കല്ലേരി. തൗഹീദ് എന്താന്ന് മൊയ്ലിയാറെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ബാക്കി അള്ളാനെ മാത്രം വിളിക്കാന്ന് പറഞ്ഞു. അള്ളാനെ മാത്രം വിളിക്കണം. അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിനോടെ സഹായം തേടാവൂ. മൊയ്ലിയാർക്ക് തിരിയുന്നുണ്ടോ? വലിയ ആളൊന്നും തിരിയാണ്ടായിപ്പോയ മൊയ്ലിയാറെ. അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിനോടെ സഹായം തേടാവൂ. ഇതാ സി കെ കല്ലേരി പറഞ്ഞേ. പിന്നെ അപ്പൊ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇപ്പൊ നമ്മള് വാങ്ങുകൊടുക്കുമ്പോ തന്നെ കണ്ടില്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ വിളിക്കല്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റെ കൂടെ റസൂലിനെ വിളിച്ചില്ലേ? ഇപ്പോ അള്ളാഹിന്റെ കൂടെ റസൂലിനെയും വിളിച്ചു. ഇത്ര ജാഹിലിനെ ലോകത്ത് കണ്ടു നിങ്ങൾ. ജാഹിൽ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു പടുജാഹിലാണല്ലോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇയാളെങ്ങനെ ഇത്ര പിഴവിലായിപ്പോയി? ഇങ്ങനെ പിഴച്ചു പോയി? ചിന്തിക്കേണ്ട കാര്യം. ഈ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർ ചിന്തിക്കേണ്ട. ഇങ്ങനത്തെ ഒരു മൊയ്ലിയാർക്ക, ഈ ജാതി മൊയ്ലിയന്മാരൊക്കെ ഇങ്ങനെ പിഴച്ചു പോകാൻ എന്താ കാരണം? ഇയാളെ അറിവ് നോക്ക് നിങ്ങൾ, ഇയാളെ വിവരം നോക്ക്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്ക് കൊടുക്കുന്ന അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കൽ, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയല്, ബാങ്കിൽ പറയൽ എന്താണ്? റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കൽ. എങ്ങനെ ഉസ്താദേ നിങ്ങൾ ഇത്ര അധപതിച്ചു പോയേ? വിളിച്ചില്ലേ? അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചതല്ല വലിയ, അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ചതല്ലത്. ആ വിളി അള്ളാഹു കേട്ടിട്ടില്ല, കേൾക്കാൻ വേണ്ടിയല്ല വിളിച്ചേ. കേൾക്കാൻ വേണ്ടിയാ വിളിച്ചെങ്കിൽ കാഫറായിരിക്കും. അഷ്ഹദു അല്ലാ ഇലാഹ വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞത് റസൂല് കേൾക്കാൻ വേണ്ടി ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയുന്നവൻ കാഫറായിരിക്കും. പിന്നെ അള്ളാനെ മാത്രം വിളിച്ചു നടക്കുന്ന മുജാഹിദുകൾ പറയാണ് അള്ളാന്റെ റസൂലിനെ പിൻപറ്റണം. അതെ, അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ വിളിച്ച് അള്ളാഹിനെ മാത്രം ആരാധിക്കുക, റസൂലിനെ ആരാധിക്കരുത്, റസൂലിനെ അനുസരിക്കാൻ വേണ്ടി. മുസ്ലിയാറെ എന്നാൽ നിങ്ങൾക്ക് മുസ്ലിമാകാം. നിങ്ങൾക്ക് മുസ്ലിമാകാൻ ഏറ്റവും എളുപ്പമുള്ളൊരു അവസരമായി ഈ ഗ്രൂപ്പ്. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ടാവില്ല. ഉസ്താദ്, ഇങ്ങക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ, ഷഹാദത്ത് കൽമ ചൊല്ലി ഇസ്ലാം മതം സ്വീകരിക്കാൻ ഇത്ര നല്ലൊരു അവസരം വേറെ ഉണ്ടാവില്ല. വേഗം മുസ്ലിം ആയിക്കോ ഷഹാദത്ത് കൽമ ചൊല്ലിട്ട്. എന്താ നിങ്ങൾ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞ. അള്ളാന്റെ കൂടെ റസൂലിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ റസൂല് കേട്ട്, ആ വിളി റസൂല് കേൾക്കൂ എന്ന് വിചാരിച്ചവൻ കാഫറായി മല്ലിയാറെ. പിന്നെ എങ്ങനെയാ റസൂലിനെ വിളിക്കല്? ഞാനും പറയുന്നത് റസൂല് കേൾക്കും എന്നൊരു മുസ്ലിം വിചാരിച്ചവൻ കാഫറായി. പിന്നെ എങ്ങനെയാ മല്ലിയാറെ റസൂലിനെ വിളിക്കല്? പിന്നെ റസൂലിനെ വിളിച്ചില്ലേ? അപ്പൊ അള്ളാനെ മാത്രം വിളിച്ചു നടക്കുന്ന മുജാഹിദുകൾ പറയാണ് അള്ളാന്റെ റസൂലിനെ പിൻപറ്റണം. അതെ, റസൂലിനെ പിൻപറ്റണം, എന്നാലേ മുസ്ലിം ആകൂ. അള്ളാനെ ആരാധിക്കുകയും അള്ളാനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും റസൂലിന്റെ ചര്യ പിൻപറ്റുകയും ചെയ്യുക. അല്ലാതെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്ക മുശ്രിക്കുകളെക്കാൾ കൊടിയ മുശ്രിക്കമല്ലേറെ. ആ മുത്തനബി എന്താണോ കൊണ്ടുവന്നത് കൃത്യമായിരിക്കണം. മുത്തുനബി കൊണ്ടുവന്നത് എന്താണോ അത് പിൻപറ്റുക. അത് പിൻപറ്റുന്ന ഏതെങ്കിലും ഒരു സംസ്ഥക്കാരൻ ദുന്യാവിലുണ്ടോ? മുത്തുനബി കൊണ്ടുവന്നത് പിൻപറ്റുന്ന ഏതെങ്കിലും ഒരു സമസ്തക്കാരൻ ദുന്യാവിലുണ്ടോ? ഒരുത്തന്നെ ചൂണ്ടിക്കാണിക്കുമല്ലേറെ. എന്താ അർത്ഥം മൊയ്ലിയാറെ? അർത്ഥം പറയാണ്ട് തെറ്റിക്കളല്ല. ആയത്തോതിയിട്ട് അർത്ഥം പറയാതെ തെറ്റല്ല. അർത്ഥം പറ. അള്ളാഹുവിലേക്ക് മാത്രം. റസൂലിലേക്ക് വിളിച്ചാലോ? അത് പണ്ടില്ലേ മുനാഫികളെ കുറിച്ച് പറഞ്ഞത്? അങ്ങനെയൊന്നുമല്ല അവിടെ പറഞ്ഞു മൊയ്ലിയാറെ. ഇൻ കുന്തും തുഹിബ്ബൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഫത്തബിഊനി, അപ്പോൾ നിങ്ങൾ എന്നെ അനുസരിക്കണം. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നോല്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നോല് എന്താ ചെയ്യേണ്ടത്?
റസൂലിനെ പിൻപറ്റണം, റസൂൽ എന്താണോ പറഞ്ഞ് അതനുസരിക്കണം, എന്നാലേ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവനാകൂ എന്നാ പറഞ്ഞ മൊയ്ലിയാറെ. ആ മൊയ്ലിയാർക്ക് കിട്ടിയ എന്താണ്? ഇവിടെ അള്ളാഹിനെയും വിളിച്ച് പ്രാർത്ഥിക്കുക, മുഹമ്മദ് നബീനെയും വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഈ വിവരദോഷിയെ പറ്റി ഞാൻ എന്താ പറയണ്ടേ? അള്ളാന്റെ റസൂലിലേക്ക് വിളിക്കപ്പെടുന്നത് എന്തിനാ വിളിക്കപ്പെടുന്നത്? അള്ളാഹു മുത്തനബി നിങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കും, അള്ളാഹുവിനോടെ പൊറുക്കലിനെ ചോദിക്കും. അൽഹംദുലില്ല, ഇവിടെ മൊയ്ലിയാർ ഒരു സത്യം പറഞ്ഞിട്ടുണ്ട്. ഈ മൊയ്ലിയാർ നാവിൽ നിന്ന് ഒരിക്കലും സത്യം വരില്ല എന്നാ ഞാൻ വിചാരിച്ച്. ഇപ്പൊ ഒരു സത്യം മൊയ്ലിയാർ വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പൊറുത്തിരില്ല, പാവം പൊറുക്കൂല, പൊറുക്കാൻ കഴിയില്ല. അൽഹംദുലില്ല. അവിടെ നിങ്ങൾ എത്തിയോ മൊയ്ലിയാറെ? നാട്ടിലെ അല്ല, ഇവിടെയുള്ള സമസ്തക്കാരുണ്ടല്ലോ മൊയ്ലിയന്മാർ, ഓല പണി എന്താന്നോ? ഇർത്തേ കബുത്തു അലല്ലാത്ത എന്താ പോലെ പണി? റസൂലിനോട് പാപമോചനം തേടല അവിടുത്തെ മൊയ്ലിയന്മാരുടെ പണി, സമസ്തക്കാരുടെ പണി. നിങ്ങളെന്താ പറഞ്ഞേ? റസൂലിന് പൂർത്തിയരാൻ കഴിയില്ല. അൽഹംദുലില്ലാ, അത്രയും മൊയ്ലിയന്മാർന്ന് നിങ്ങൾ രക്ഷപ്പെട്ടോ? അതൊരു വലിയ രക്ഷപ്പെടല. ലോകത്തെ ഏറ്റവും വലിയ രക്ഷപ്പെടൽ അതാണ്. ഏത്? മൊയ്ലിയന്മാർ സാധാരണ ഓലെന്താ ചെയ്യുക? റസൂലിനോട് പാപമോചനം തേടുക. ഇമ്മൊയ്ലിയാർ ഇവിടെ എന്താ പറഞ്ഞേ? മുജാഹിദ് നേരെ അള്ളാഹുലേക്ക് മാത്രം. റസൂലിലേക്ക് വിളിച്ചാലോ അത് വേണ്ടില്ലേ മുനാഫികളെ കുറിച്ച് പറഞ്ഞത്? വൈദാഖീലലഹും തആലൗ അള്ളാന്റെ റസൂലിലേക്ക് വിളിക്കപ്പെടുന്നത് എന്തിനാ വിളിക്കപ്പെടുന്നത്? അള്ളാഹു മുത്തനബി നിങ്ങൾക്ക് പൊറുക്കലിനെ ചോദിക്കും. ഇപ്പൊ മനസ്സിലായോ? റസൂൽ എന്താ ചെയ്യുക? അള്ളാന്റെ റസൂൽ എന്താ ചെയ്യുക? അള്ളാഹുവിനോട് തേടും, അള്ളാഹുവെ ഇവനിക്ക് പുറത്തു കൊടുക്കണേ, അല്ലെ ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ആരോട് പറയും? അള്ളാഹിനോട് പറയും. ആര് പറയും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിലെ മൊയ്ലിയന്മാരോ, കേരളത്തിലെ മൊയ്ലിയന്മാരോ, കേരളത്തിലെ സംസ്ഥക്കാരെന്താ ചെയ്യുക? പറഞ്ഞില്ലേറെ? കേരളത്തിലെ സംസ്ഥക്കാർ എന്തിനാ? എന്താ ആയത്തോതുക? വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക. മൊയ്ലിയാറെ കേട്ട ജാഊക എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ പാപം ചെയ്താൽ, തെറ്റുകുറ്റങ്ങൾ ചെയ്തവൻ ഓൻ എന്ത് ചെയ്യണം? അള്ളാഹ് പുറത്തു തരണമെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറും പുറത്തു പോകണം. ഇവിടുന്നൊന്നും പറഞ്ഞ ഇവിടുന്ന് ഇർത്തക്ക ഇല്ല പോരാ. സമസ്തക്കാരെ പൊട്ടന്മാരുണ്ടല്ലോ, ഓൽ ഇവിടുന്ന് ഇർത്തക്കവത്തി ചെല്ലുന്നുണ്ടല്ലോ, അത് നടക്കില്ല. പിന്നെ എന്ത് ചെയ്യണോ? ജാഊക, താങ്കളുടെ അടുക്കൽ വരട്ടെ. മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും പുറത്തു പോയിട്ട് റസൂലോട് പാപമോചനം തേടണം എന്ന് പറഞ്ഞ മൊയ്ലിയന്മാരെ കൂട്ടത്തുനിന്ന് ഉസ്താദെ നിങ്ങൾ രക്ഷപ്പെട്ടോ? അൽഹംദുലില്ലാ. റസൂലോട് പാപമോചനം തേടുകയല്ല വേണ്ടി. റസൂൽ എന്ത് ചെയ്യണോ? അള്ളാഹിനോട് പാപമോചനം തേടണോ? ആർക്ക് മൊയ്ലിയാറെ? പാപം ചെയ്തവർക്ക്. എപ്പം ചെയ്തവർക്ക് മൊയ്ലിയാറെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത്, അല്ലാതെ വഫാത്തിന് ശേഷമല്ല. വഫാത്തിന് ശേഷം റസൂലിന് വേണ്ടി മുഅ്മിനീങ്ങൾ, മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കും. വഫാത്തിന് ശേഷം റസൂലിന് വേണ്ടി പ്രാർത്ഥിക്കും. റസൂൽ ഇങ്ങോട്ടൊന്നും ചെയ്യില്ല, ഒന്നും ചെയ്യാൻ റസൂലിന് സാധ്യമല്ല. ഖബറിൽ വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് ചെയ്തു തരാൻ റസൂലിന് സാധ്യമല്ല. റസൂലിന് അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഏ നബിയെ താങ്കൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ റസൂലിന് വേണ്ടി അങ്ങോട്ട് കൊടുക്കാൻ നമുക്ക് കഴിയും. റസൂലിന് ഇങ്ങോട്ട് തരാൻ ഒന്നും സാധ്യമല്ല. ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര ഇങ്ങോട്ട് സഹായം ചെയ്യാൻ റസൂലിന് കഴിയില്ല. നമുക്ക് റസൂലിന് അങ്ങോട്ട് സഹായം ചെയ്യാൻ എല്ലാവർക്കും കഴിയും. ഇതെങ്കിൽ പഠിച്ചിട്ട് മുസ്ലിം ആയിക്കൂടെ മലയാളങ്ങൾക്ക്? ബാക്കി അള്ളാഹുവിനോടെ പൊറുക്കലെ ചോദിക്കും. യസ്തഗ്ഫിറുലക്കും റസൂലുള്ളാഹ്. അപ്പൊ മുജാഹിദിന് വഹാബികള് മുനാഫിക്കുകള് ഇങ്ങനെ പറയാ, അങ്ങനെ ആയത്ത് ഓതിയിട്ട് അങ്ങനെ സത്യത്തിലേക്ക് വാ. യസ്തഗ്ഫിറലക്കും, എന്താണ്? യസ്തഗ്ഫിറലക്കും, നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് റസൂല് പാപമോചനം. അല്ലാതെ ക്രിസ്ത്യാനിയെ പോലെ പാതിരി അച്ഛന്മാർ എടുത്തു പോയിട്ട് അച്ഛന്മാരോട് പറയാ ഞാൻ ഇന്ന് തെറ്റ് ചെയ്ത് വയ്ക്കുന്നു, എന്നിട്ട് മാർപ്പാപ്പ എന്ത് ചെയ്യും? പുറത്തു കൊടുക്കൂ.
ഈ ഏർപ്പാട് ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ റസൂല് തെറ്റ് ചെയ്താൽ അള്ളാഹ് പുറത്തു കൊടുക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുയായികൾ മുസ്ലിങ്ങൾ തെറ്റ് ചെയ്താൽ റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ, അള്ളാഹിൻ്റെ റസൂലെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് എനിക്ക് എൻ്റെ പാപം പുറത്തു തരാൻ അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചാൽ നടക്കൂല, മലയാളം മരിച്ചാൽ നടക്കൂല. മരിച്ചാൽ റസൂലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. മുസ്ലിയാർ നിങ്ങൾ ഇസ്ലാമിനെ പറ്റി പറയുന്ന എവിടുന്ന് ആരും പറയുന്നത് കേട്ടില്ല. ഹൈന്ദവർ ഇസ്ലായി പ്രഭാഷണം കേട്ടിട്ട് അവർക്ക് പോലും അറിയാലോ ഇസ്ലാം എന്താന്ന്. ആ പ്രഭാഷണം കേൾക്കുന്ന ജോലിക്ക് ഇസ്ലാം എന്താന്ന് അറിയാലോ. അത്ര പോലും മുസ്ലിയാർ ഇങ്ങക്ക് അറിയില്ലല്ലോ. പിന്നെ ഖുർആനിൽ പറഞ്ഞതാണ്. അപ്പൊ അള്ളാന്റെ റസൂലിനെ കൈയൊഴിച്ചാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കിട്ടൂല. അള്ളാന്റെ റസൂലിനെ കൈയൊഴിക്കൽ ആരാണ്? കൈയൊഴിച്ചതാരാ? സമസ്തക്കാരല്ലേ? പറവലിയാറ് മുജാഹിദുകൾ അള്ളാന്റെ റസൂൽ എന്താണോ പഠിപ്പിച്ച അതാണ് മുജാഹിദുകൾക്ക് ദീന്. സമസ്തക്കാർക്ക് അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഏത് ദീനാണുള്ളത്? നിങ്ങളൊന്ന് പറയില്ല. ഒന്നുവെടുക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന്, റസൂല് പഠിപ്പിച്ച് തന്നതുപോലെ ഒന്നുവെടുക്കുന്ന ഒരൊറ്റ വലിയാർ ഒരൊറ്റ സമസ്തക്കാരൻ കേരളത്തിലുണ്ടോ? നമസ്കരിക്കേണ്ടത് എങ്ങനെയാന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുപോലെ നമസ്കരിക്കുന്ന ഒരൊറ്റ ഒരുത്തന സമസ്തക്കാരൻ്റെ സമസ്തയിൽ അല്ലെ മൊയ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് ഒരുത്തനെ കാണിച്ചു തന്നാൽ ഞങ്ങളോട് പോരും. ഒരുത്തനെ കാണിച്ചു തന്നാൽ മതി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ ഒതുവെടുക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ നമസ്കരിക്കുന്ന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ സക്കാത്ത് കൊടുക്കുന്ന ഒരുത്തന നിങ്ങളെ സമസ്തയിൽ അല്ലെ മൊയ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ നിങ്ങളെ കൂടെ പോരും. ഇന്നലെ വേറൊരുത്ത ഒരു ₹1,00,00,000 പറഞ്ഞ്, മോനോട് ഞാൻ പറഞ്ഞ എനിക്ക് കോടിയും വേണ്ട ഒന്നും വേണ്ട, ഞാൻ നിങ്ങളെ കൂടെ പോരാ. അള്ളാഹു റസൂലും പറഞ്ഞ് ഏതെങ്കിലും നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ പറ, നിങ്ങൾ പറസതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ പിൻപറ്റുന്ന ഏതൊരുത്തനെ നിങ്ങളെ കൂടെ ഉള്ളത് ഒന്ന് പറ, ഒരുത്തന്റെ പേര് പറ. ബാക്കി നിങ്ങൾ മുജാഹിദ് കുറച്ച് ആൾക്കാർ നേരെ അള്ളാനെ മാത്രം അറിയുന്ന ആൾക്കാര്, ബാക്കിയുള്ള ആൾക്കാരൊന്നും അള്ളാനെ അറിയാത്ത ആൾക്കാര്. അതെ, സമസ്തക്കാരെ ഇങ്ങക്ക് കേടുന്ന അള്ളാഹിനെ അറിയാം. നിങ്ങൾക്ക് അള്ളാഹുവിനെ അറിയാമായിരുന്നുവെങ്കിൽ നിങ്ങൾ മുസ്ലിങ്ങളാവൂല്ലേ? അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താ? കാന്തപുരത്തോട് ചോദിക്കാതെ അള്ളാഹു ഒന്നും ചെയ്യില്ല. നഊദുബില്ല. ഇങ്ങക്ക് അള്ളാഹുവിന് ഇങ്ങനെയല്ലേ അറിയാവുന്നേ? കാന്തപുര ഉസ്താദിനോട് ചോദിക്കാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല. പിന്നെ അള്ളാഹു എങ്ങനെയാണ്? അള്ളാഹു പിണറായി വിജയനെ പോലെയാണ്. പിണറായി വിജയന്റെ അടുത്ത് നേർത്ത് ഒരുത്തിന് പോകാൻ കഴിയില്ല. പഞ്ചായത്ത് മെമ്പറിനെ പിടിക്കണം, പഞ്ചായത്ത് മെമ്പർ MLA പിടിക്കണം, MLA മന്ത്രിനെ പിടിക്കണം, മന്ത്രി പോയിട്ട് ആരോട് പറയണോ? പിണറായി വിജയനോട് പറയണം. ഇതുപോലെയല്ല നിങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റി നിങ്ങൾ കേട്ടറിവ് പോലും ഇല്ല. വലിയ പറയും നിങ്ങൾക്ക് അള്ളാഹു ആരാണെന്നുള്ള കേട്ടറിവ് പോലും നിങ്ങൾക്കില്ല. എന്നിട്ടല്ലേ നിങ്ങൾ ഹൈന്ദവരോട് ചോദിച്ചു നോക്ക്, ക്രൈസ്തവരോട് ചോദിക്കുക അള്ളാഹു ആരാണ്. ഓല് പറഞ്ഞു തരൂ. മൊയ്യന്മാർ നിങ്ങളെക്കാൾ നന്നായിട്ട് അമുസ്ലിങ്ങൾ പറഞ്ഞു തരൂ അള്ളാഹു ആരാണ്. നിങ്ങളാ ദീന് പഠിപ്പിക്കാൻ വന്ന വലിയാറെ.